ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കടിയായിട്ടാണ്. നോമ്പൊക്കെ വരുന്നതല്ലേ, അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോമ്പിന് എന്തായാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഒരു ബർഗർ ടൈപ്പാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അങ്ങനെ കൂടുതൽ നെയ്യിലിട്ട് വറുത്ത് പൊരിക്കുന്നൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈയിൽ മാത്രം അങ്ങനെ ഒരു നെയ്യിലിട്ട് വറുത്ത് പൊരിക്കേണ്ട ആവശ്യം ചിക്കനിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുറേ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ 1.5 കപ്പ് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ ചേർത്തിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഒരു മുട്ടയും 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. ഇനി ഇളം ചൂടുള്ള ഒരു 1/2 കപ്പ് പാൽ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആവശ്യത്തിന് നോക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെക്കേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ ഗാർലിക്കിൻ്റെ പൗഡർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഗാർലിക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ തന്നെ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ടയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഭാഗം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ തന്നെ ഒരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും ഗാർലിക് പൗഡറും വളരെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസാക്കി എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് കുക്കി കട്ടറെല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു അടുപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാവ് തീരുന്നവരെ ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ആ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളൊരു മറ്റേ KFC ചിക്കൻ്റെ എല്ലാം ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഏകദേശം അങ്ങനെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ തണുത്ത വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതും അവിടെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറഞ്ഞതുകൊണ്ട് അത്ര ഒരു പെർഫെക്ഷനായിട്ട് നമ്മൾ ഈ ചിക്കൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വരെ ഓയിൽ ചേർത്തെടുക്കണം കേട്ടോ. മാക്സിമം നമ്മൾ റിഫൈൻഡ് ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നോക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴേക്കും നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ളത് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ചപ്പാത്തിയൊക്കെ ചുടും പോലെയാണ് ചുട്ടെടുക്കുന്നത്. ഒരു ഫ്രൈ പാനിൽ ഈ ഓരോ പരത്തി വെച്ചിട്ടുള്ള റൗണ്ടും വെച്ചിട്ട് തിരിച്ചും മറിച്ച് ചുട്ടെടുക്കാം. നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ ചുടും പോലെ ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ കൂടുതൽ കുക്കിംഗ് ടൈമൊന്നുമില്ല. നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ ചുടുന്ന ആ ഒരു കുക്കിംഗ് ടൈമേ ഉണ്ടാവും. അതായത് നമ്മളിത് പരത്തി വെച്ചത് കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും.
അപ്പോൾ നമ്മളത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു KFC ചിക്കൻ്റെ പെർഫെക്ഷനിൽ വരും. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മയോണൈസും തക്കാളി ലെറ്റ്യൂസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നേരെ പാതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു പാതി വരെ കട്ട് ചെയ്ത് മുഴുവനായും കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കട്ട് ചെയ്തിട്ട് മയോണൈസും നമ്മൾ ചിക്കൻ ഇതൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്ക് ഇത് 2 പീസായിട്ട് കയ്യിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നേരെ പാതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി എളുപ്പമാണെന്ന് വിചാരിച്ച്. അപ്പം രണ്ടാമത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നേരെ പാതിയായിട്ട് കട്ട് ചെയ്ത് മയോണൈസും ലെറ്റ്യൂസ് ലീഫും ടൊമാറ്റോ ചിക്കനൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നോർമൽ ബർഗറൊക്കെ ചെയ്യും പോലെ ചെയ്തെടുത്തിട്ട് ഒരു ടൂത്ത് പിക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ഐറ്റംസ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു മിനി ബർഗർ പോലെ കാണാനുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പൊക്കെ വരുന്നതല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കടികളൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.